Hello students, welcome to this channel. ഇന്നിപ്പോൾ നമ്മൾ റിവിഷനിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അതായത് സെക്കൻഡ് മോഡ്യൂൾ ഫണ്ടമെൻറ്റൽസ് ഓഫ് കൗണ്ടിങ് തിയറിയിൽ ഓൾറെഡി ഒരു റിവിഷൻ ടോപ്പിക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മോഡ്യൂൾ 1 ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോജിക്ക് നേരത്തെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 7 ക്വസ്റ്റ്യൻസോളം ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ടു റിമൈൻഡ് യു ദ ലോജിക്സ്. അത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് ഈ ടോപ്പിക്കിലെ അടുത്ത റിവിഷൻ ക്വസ്റ്റ്യൻസ് ഇനി ഞാൻ പോസ്റ്റ് ചെയ്യാം. So first of all, let's move on to the topic. So first question, how many words of 3 distinct letters can be formed from the letters of the word land? അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് 4 ലെറ്റേഴ്സ് LAND. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 ലെറ്റേഴ്സ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വി ഹാവ് എ ഡൗട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ആൻസർ. സോ ലിസൺ വൺസ് മോർ ഐ വിൽ സേ. അപ്പോൾ വി ആർ ഹാവിങ് ടോട്ടലി 4 ലെറ്റേഴ്സ്. ഇൻ ദാറ്റ് യു ഹാവ് ടു ഫോം ഹൗ മെനി വേർഡ്സ് ഓഫ് 3 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് ക്യാൻ ബി ഫോംഡ്. അപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ്, അതിനർത്ഥം എന്താണ്? n ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഈക്വൽ ടു 4 ആണ്. സോ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ LAND. അപ്പോൾ ഇതിൽ നിന്ന് 3 ലെറ്റേഴ്സ്, 3 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് അറേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഇത് പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ പെർമ്യൂട്ടേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേറൊരു കാര്യം, റെപ്പറ്റീഷൻ ഒന്നും തന്നെ വരുന്നില്ല. കാരണം അവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്, ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ്. നമുക്ക് തന്നിരിക്കുന്ന 4 ലെറ്റേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ സെലക്ഷൻ ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പെർമ്യൂട്ടേഷനെ സംബന്ധിച്ചിടത്തോളം അറേഞ്ച്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഓർഡറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം കോമ്പിനേഷനെ എടുക്കുമ്പോൾ ഓർഡറിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഫോർ കോമ്പിനേഷൻ ഓർഡറിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദ നമ്പർ ഓഫ് 3 distinct letters can be formed from the 4 letters. So what are the 4 letters? LAND. Out of the 4 we have to select 3. That means the formula is, we are not arranging. വേറൊരു കാര്യം ഓർക്കുക, നമ്മളിവിടെ 4 ലെറ്റേഴ്സും അറേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ 4ൽ 3 ലെറ്റേഴ്സ് മാത്രം എടുത്താണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടലി n ലെറ്റേഴ്സ്. ഔട്ട് ഓഫ് ദ n ലെറ്റേഴ്സ് വി സെലക്ട് r objects. അപ്പോൾ NPR is the formula. The formula is NPR. That is equal to 4p3. That is 4 factorial by 4 minus 3 factorial. That is 4 minus 3 factorial എത്ര? 1 factorial. So 4 factorial എന്ന് പറയുമ്പോൾ 4 into 3 into 2 into 1. That is equal to 24 ways. ഇനി ഇതേ ക്വസ്റ്റ്യന് ഞാനിപ്പോൾ 4 ലെറ്റേഴ്സും അറേഞ്ച് ചെയ്യാൻ പറയുവാണ്. അറേഞ്ച് 4 ലെറ്റേഴ്സ്. സോ ഹൗ വിൽ യു അറേഞ്ച് ദ 4 ലെറ്റേഴ്സ്? അങ്ങനെയാണെങ്കിൽ ദ ഫസ്റ്റ് ബോക്സ് നമുക്കിപ്പോൾ കൺസിഡർ 4 ബോക്സസ്. അപ്പോൾ 4 ബോക്സസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബോക്സ്, ഫസ്റ്റ് പൊസിഷൻ, ദിസ് ഇസ് ദ സെക്കൻഡ് പൊസിഷൻ, ദിസ് ഇസ് ദ തേർഡ് പൊസിഷൻ ആൻഡ് ദിസ് ഇസ് ദ ഫോർത്ത് പൊസിഷൻ. സോ ദ ഫസ്റ്റ് പൊസിഷൻ ക്യാൻ ബി ഫിൽഡ് ഇൻ ഹൗ മെനി വേയ്സ്? നമ്മുടെ കയ്യിൽ 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ദ ഫസ്റ്റ് പൊസിഷൻ ക്യാൻ ബി ഫിൽഡ് ഇൻ 4 ways. Now remaining how many letters? 3 letters. So the second position can be filled in 3 ways. So now third position can be filled in 2 ways and at last we will be having 1. So നമ്മളിവിടെ എടുക്കുന്നതിന് എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഞാൻ പ്രോഡക്റ്റ് ഇട്ടു? ദാറ്റ് മീൻസ് വി ഹാവ് ടു അപ്ലൈ റൂൾ ഓഫ് ദ പ്രോഡക്റ്റ്. റൂൾ ഓഫ് ദ പ്രോഡക്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വിച്ച് മീൻസ് ദാറ്റ് ബോത്ത് ഈവൻറ്റ് ഹാസ് ടു ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഇവിടെ all the events has to happen simultaneously because I need all the 4 letters, not any of the letters. I need all the 4 letters, which means that the answer is equal to 4 factorial. So there is a difference. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ 2 കാര്യം ഞാൻ പറയുന്നുണ്ട്. ഇൻ പെർമ്യൂട്ടേഷൻ ഓർഡറിങ് is very very important, but in combination ordering is not important. The first question is, when you select 3 letters from the 4, so that means we are selecting R objects means NPR. If you select all the 4 objects,
if you are selecting all the 4 objects and arranging them, means the answer is equal to, the number of ways of permutations is equal to 4 factorial. That is also equal to 24 ways. Now ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? What is the second question? If there are 4 black, 3 green, if there are 4 black, 3 green and 5 red balls, then in how many ways these colors can be arranged in a row? അപ്പോൾ നമുക്കിവിടെ 4 black, 3 green, 5 red balls കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ആൻസറിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ കയ്യിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ എത്രയാണ്? 4 + 3 + 5 is equal to 12. ദാറ്റ് മീൻസ് ബ്ലാക്ക് ബോൾസ് എത്ര വരുന്നുണ്ട്? 4, റെഡ് ബോൾസ് 5, ഗ്രീൻ 3 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ റെപ്പറ്റീഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിൽ റെപ്പറ്റീഷൻ ഉണ്ടോ? ഉണ്ട്. കാരണം 4 ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. 5 റെഡ്, അതിലും റെപ്പറ്റീഷൻ വരുന്നുണ്ട്. 3 ഗ്രീൻ. അപ്പോൾ ഓൾ ദീസ് ആർ റിപ്പീറ്റഡ്. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്താണ്? ഇഫ് ദീസ് തിങ്സ്, ഇപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് സം ഓബ്ജക്ട്സ്, നമുക്കിപ്പോൾ സം ഫോർമുല n ഫാക്ടോറിയൽ ബൈ എന്താണ് ഇങ്ങനെ പറയാം, some objects are repeated n1 times, some objects are repeated n2 times, and some objects are repeated n3 times. Then the number of ways equal to n factorial by n1 factorial into n2 factorial into n3 factorial etc. nk factorial. അപ്പോൾ റെപ്പറ്റീഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല മാറും. അതായത് n factorial by n1 factorial into n2 factorial into n3 factorial. കാരണം നമ്മുടെ കയ്യിൽ 3 റെപ്പറ്റീഷനാണ് വരുന്നത്, 3 ബോൾസാണ് റെപ്പറ്റീഷൻ വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫോർമുല ഇസ് n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 27,720 വേസ് വരുന്നതായിരിക്കും. Okay, now we shall move on to the next question. The third question is, how many words can be formed by using the letter A thrice, the letter B twice and the letter C once? അപ്പോൾ A is repeated 3 times. അപ്പോൾ എത്ര പ്രാവശ്യം? A, B is repeated 2 times and C is repeated. Totally നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? That means we need n equal to 6. അപ്പോൾ n equal to 6 ആണെങ്കിൽ നമുക്ക് 6 പൊസിഷൻസ് വേണം. ഈ 6 പൊസിഷൻസ് ഫിൽ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3, only 3 letters, but the repetition is allowed here, which means that നമുക്കിപ്പോൾ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ദ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഈസ് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 divided by 3 factorial ആകുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 1, 2 ഫാക്ടോറിയൽ മീൻസ് 2 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് ഇതിൽ 2 ഇൻറ്റു 1 ഇത് ക്യാൻസൽ ആവുന്നുണ്ട്, 3 ഇൻറ്റു 2 6 ക്യാൻസൽ ആവുന്നുണ്ട്. സോ യു വിൽ ബി ഹാവിങ് 5 ഇൻറ്റു 4 ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ways. ദിസ് ഇസ് ദ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഹൗ മെനി അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് എ ലെറ്റർ ഫോർ ദ വേർഡ് മാത്തമാറ്റിക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എന്താണ്? മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് ഓരോന്നായിട്ട് എഴുതി നോക്കണം. MATHEM റെപ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഴുതുക M, വീണ്ടും A,
റെപ്പറ്റിഷൻ. അപ്പോൾ എക്ക് താഴെ എഴുതുക. വീണ്ടും ടി റെപ്പറ്റിഷൻ. അപ്പോൾ ഇവിടെ എഴുതുക. പിന്നെ ഐ സി എസ് ഈ ലെറ്റേഴ്സ് ഒന്നും റെപ്പറ്റിഷൻ വരുന്നില്ല. അപ്പോൾ only 3 letters we are having repetitions. So M is repeated 2 times, A is repeated 2 times, and T is repeated 2 times. So therefore out of the 11 letters we have to select the letters, or we have to arrange all these letters in this. Some are repeated and some are not having repetitions. So therefore the number of arrangements, അപ്പോൾ total number of letters 11 ആണ്. So the total number of arrangements is equal to എന്താണ് 11 factorial by 2 factorial into 2 factorial into 2 factorial into ബാക്കിയുള്ളതെല്ലാം 1 factorial 1 factorial. അത് നമുക്ക് വിഷയമേ അല്ല, അത് നമുക്ക് വേണ്ട. അപ്പോൾ ബാക്കിയുള്ളത് എഴുതുമ്പോൾ 11 factorial by റെപ്പറ്റീഷൻ വരുന്നത് മാത്രം എഴുതിയാൽ മതി. 2 factorial into 2 factorial into 2 factorial. So that you will get the answer. Use the calculator to find the answer. ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? In how many different ways can 5 men and 5 women sit around a table if there is no restrictions? No 2 women sit together. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടോട്ടലി എത്ര പേഴ്സൺസ് വരുന്നുണ്ട്. ടോട്ടലി വി ആർ ഹാവിങ് 10 പേഴ്സൺസ്. അപ്പോൾ n ഈക്വൽ ടു എത്രയാണ്? 10 പേഴ്സൺസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 men and 5 women ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ 10 പേരെയും 10 മെമ്പേഴ്സിനെയും നമ്മൾ അറേഞ്ച് ചെയ്യണം. സോ വി ഹാവ് ടു അറേഞ്ച് ദം ഇൻ എ ടേബിൾ, അറൗണ്ട് എ ടേബിൾ. സപ്പോസ് ഇഫ് ദ ടേബിൾ ഇസ് റെക്റ്റാങ്കിൾ, the person has to be arranged around this rectangular table. If the table is a circular table, the persons has to be arranged around the circle. So ഇപ്പോൾ ഇത് സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഫോർമുല എന്താണ്? n-1 ഫാക്ടോറിയൽ. സർക്കുലർ പെർമ്യൂട്ടേഷന് n-1 ഫാക്ടോറിയൽ. ഇഫ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ, അപ്പോൾ അവർ ഇരിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷനും പറയുന്നില്ല. അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഒരു കണ്ടീഷനും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. ദാറ്റ് മീൻസ് ടോട്ടലി 10 പേഴ്സൺസ് ഹാസ് ടു ബി അറേഞ്ച്ഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എന്താണ്? ദാറ്റ് ഈസ് n ഈക്വൽ ടു 10 ആണ്. അപ്പോൾ 10-1 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഫാക്ടോറിയൽ. സീ ഹിയർ 9 ഫാക്ടോറിയൽ ഈക്വൽ ടു എന്താണ്? 3,62,880. ഇനി രണ്ടാമത്തെ ചോയ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഇസ് ദ സെക്കൻഡ് ചോയ്സ്? അതിലൊരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് നോ 2 women sit together. നോ 2 women sit together. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? അതായത് 2 women ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ അത് ഒരു സർക്കുലർ ടേബിൾ ആണെങ്കിലും ശരി, റെക്റ്റാങ്കുലർ ടേബിൾ ആണെങ്കിലും ശരി, ഇപ്പോൾ n-1 ഫാക്ടോറിയൽ വരണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ദ അറേഞ്ച്മെൻറ്റ് is closed. It is not in a straight line. റെക്റ്റാങ്കുലർ ആണെങ്കിലും ശരി, അത് അല്ല സർക്കുലർ ആണെങ്കിലും ശരി, ദ അറേഞ്ച്മെൻറ്റ് ഇസ് ക്ലോസ്ഡ്. സോ ദാറ്റ് മീൻസ് ദ സ്റ്റാർട്ടിംഗ് ആൻഡ് ദ എൻഡ് പോയിൻറ്റ്സ് ആർ സെയിം. അപ്പോൾ അതുകൊണ്ടാണ് n-1 ഫാക്ടോറിയൽ എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 1, ഇവിടെ 2, അടുത്തത് 3 തേർഡ് പേഴ്സൺ, അടുത്ത 4th പേഴ്സൺ, 5th പേഴ്സൺ, വീണ്ടും നമ്മൾ വരുന്നത് ഇവിടെ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിങ് ആൻഡ് ദ എൻഡ് പോയിൻറ്റ്സ് ആർ സെയിം. അപ്പോൾ നമുക്കിപ്പോൾ 10 പേഴ്സൺസിനെ അറേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് 10-1 ഈക്വൽ ടു 9 ഫാക്ടോറിയൽ. ഇപ്പോൾ അടുത്തത് രണ്ടാമത്തെ കണ്ടീഷനിൽ വേറൊരു റെസ്ട്രിക്ഷൻ കൂടി പറയുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻ അനുസരിച്ച് നമുക്ക് ഇപ്പോൾ റെസ്ട്രിക്ഷൻ ആർക്കാണ് പറഞ്ഞിരിക്കുന്നത്? ഓൺലി ഫോർ വിമൻ, നോട്ട് ഫോർ മെൻ. മെൻ അല്ല പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അറേഞ്ച് ദീസ് പേഴ്സൺസ്. അപ്പോൾ സി ലെറ്റ് മീ ടേക്ക് ലൈക്ക് ദിസ്. ഇപ്പോൾ ഇതൊരു സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിൽ ആദ്യം എനിക്ക് 5 മെന്നിന് ഒരു റെസ്ട്രിക്ഷനും പറയുന്നില്ല. സോ ഫസ്റ്റ് ലെറ്റ് us അറേഞ്ച് ദീസ് 5 പേഴ്സൺസ്, 5 മെയിൽ പേഴ്സൺസ്. അപ്പോൾ 1, 2, 3, 4 and 5. I am arranging these persons. So എൻ്റെ കയ്യിൽ ഫസ്റ്റ് അതായത് 1, 2, 3, 4, 5 ഐ എം അറേഞ്ചിങ് ദം ഇൻ എ സർക്കുലർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? സ്റ്റാർട്ടിംഗ് ആൻഡ് ദ എൻഡ് പോയിൻ്റ് ആർ സെയിം. ദാറ്റ് മീൻസ് ദിസ് ഈസ് സർക്കുലർ പെർമ്യൂട്ടേഷൻ. ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ ദിസ് ഈസ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ്. സോ ദെയർഫോർ ദ നമ്പർ ഓഫ് വേസ് എന്താണ്? വാട്ട് ആർ ദ നമ്പർ ഓഫ് വേസ്? ദാറ്റ് ഈസ് ഈക്വൽ ടു n-1 ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 5-1 ഫാക്ടോറിയൽ ഈക്വൽ ടു
4 factorial, which is equal to 4 into 3 into 2 into 1, which means equal to 24 ways. Let it be there. Now I want to arrange the remaining 5 women. ബാക്കിയുള്ള 5 ലേഡീസിനെ എനിക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ 5 ഫീമെയിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ നോ 2 വിമൻ സിറ്റ് ടുഗദർ. അപ്പോൾ നമ്മൾ അവരെ അടുത്തടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ദേ വിൽ ബി അക്കോമഡേറ്റിംഗ് ഈച്ച് അതർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ ഈ മെൻ എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ കിടക്കുന്നത് കാരണം ഇതെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ ഇൻ ബിറ്റ്വീൻ 2 മെയിൽ 1 ഫീമെയിൽ എന്ന് പറഞ്ഞ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഫീമെയിൽ, അപ്പോൾ സെക്കൻഡ് ഫീമെയിലിനെ അറേഞ്ച് ചെയ്യാം. അടുത്തത് തേർഡ് ഫീമെയിൽ, ദെൻ ഫോർത്ത് ഫീമെയിൽ, ദെൻ ഫിഫ്ത്ത് ഫീമെയിൽ. ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ നോക്കിക്കേ, ഇതിൽ ഏതെങ്കിലും 2 ഫീമെയിൽ അടുത്തടുത്ത് വരുന്നുണ്ടോ? ഇല്ല. നോ 2 വിമൻ ഓർ ടുഗെദർ. അപ്പോൾ ഒരു മെയിൽ 1 ഫീമെയിൽ, ദെൻ 1 മെയിൽ 1 ഫീമെയിൽ, ദെൻ 1 മെയിൽ 1 ഫീമെയിൽ, അങ്ങനെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് അറേഞ്ച് ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? ആൾറെഡി മെൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നൗ ഐ ഹാവ് ടു അറേഞ്ച് ദ വിമൻ. സോ അത് അറേഞ്ച് ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഹിയർ? How can I arrange this? അങ്ങനെയാണെങ്കിൽ the first person has to be filled in 5 ways, isn't it? 5 ways. The second person has to be filled in 4 ways. Third person has to be filled in 3 ways. Fourth person has to be filled in 2 ways. And at last only 1. So therefore 5 into 4 into 3 into 2 into 1, that is equal to 120 ways. അപ്പോൾ എനിക്ക് രണ്ടും ഞാൻ ഇത് മെയിലിനുള്ള അറേഞ്ച്മെൻറ്റ്, ഇത് ഫീമെയിൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എനിക്ക് മെയിൽ ഫീമെയിൽ രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് വേണ്ടത് ഇത് രണ്ടും എനിക്ക് totally 10 persons has to be arranged, which means that both male and female has to happen simultaneously, which means that by rule of product I can say that the answer is 24 into 120. See here the answer. Now you see the answer. If 2 women are not allowed to sit side by side, that is each woman should occupy a seat between 2 men. അപ്പോൾ the number of ways 5 men can sit around a table. അപ്പോൾ ആദ്യം 5 മെൻസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് സർക്കുലർ പെർമുട്ടേഷൻ. അപ്പോൾ 5 minus 1 equal to 4 factorial. Then once these 5 men has already occupied the alternate seats, the 5 women can sit in the 5 empty seats. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം 5 മെന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 ഫീമെയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? വിച്ച് മീൻസ് ദാറ്റ് 5 into 4 into 3 into 2 into 1 equal to 120. And also one more thing, by rule of product both event has to happen simultaneously, which means that we can say that the answer is equal to 24 into 120 equal to 2880 ways. Now the next question. How many committees of 5 people can be chosen from 20 men and 12 women? അപ്പോൾ കണ്ടീഷൻ നോക്കണം. If exactly 3 men must be on each committee. അപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. എക്സാക്ട്ലി നമുക്ക് 5 persons നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ 3 men വേണം എന്നുള്ളതാണ് നിർബന്ധം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര മെന്നുണ്ട്? 20 മെന്നുണ്ട്. അപ്പോൾ 20ൽ 3 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ടോട്ടലി 5 സെലക്ട് ചെയ്യണമെങ്കിൽ ബാക്കി 2 പേരെ നമ്മൾ എവിടെ നിന്ന് എടുക്കും? അതായത് 12 ഫീമെയിൽസ് വരുന്നുണ്ട്, അവിടെ നിന്ന് 2 പേരെ എടുക്കണം. അപ്പോൾ ടോട്ടലി വി ആർ സെലക്ടിങ് 5. സോ ഇതിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു കൊടുക്കുന്നു? ബിക്കോസ് ബോത്ത് ഈവൻറ്റ് ഹാസ് ടു ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്കതിൻ്റെ ആൻസറിലോട്ട് വരാം. സീ ദ ആൻസർ. We choose 3 men from the 20 men and then we select 2 women from the remaining 12 women. അപ്പോൾ number of committees നമുക്ക് എങ്ങനെ എഴുതും? 20C3 into 12C2, that is equal to 1140 into 66 equal to 75,240 ways. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് 3 women must be in each committee. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. മിനിമം 3
വിമൺ എങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഓപ്ഷൻ എക്സാക്ട്ലി 3 എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഓപ്ഷൻ, അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് ചോയ്സ് ഒന്നിൽ കൂടുതൽ ചോയ്സസ് വരുന്നുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 3, നമുക്ക് ടോട്ടലി എത്ര പേര് വേണം? 5 പേഴ്സൺസ് വേണം. വി നീഡ് ഓൺലി 5 പേഴ്സൺസ്. സോ ഇൻ ദിസ് ദേ ആർ ടെല്ലിങ് ദ ഫസ്റ്റ് ചോയ്സ് ഇസ് അറ്റ്ലീസ്റ്റ് 3. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. If I select women 3, then I have to select the remaining 2 from the men, that is 2 men. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ബോത്ത് ഹാസ് ടു ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. ഐ ഹാവ് ടു ടോട്ടലി സെലക്ട് 5 പേഴ്സൺസ്. സോ ദ ആൻസർ ഈസ് നമ്പർ ഓഫ് വേസ് എന്താണ്? 12C3 into 20C2. This is the first answer. Now second one, if I select 4 men, നമുക്ക് ടോട്ടലി 5 പേഴ്സൺസ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ആദ്യം 3 സെലക്ട് ചെയ്തു, രണ്ടാമത് 4 പേഴ്സൺസ് ആണ് വരുന്നതെങ്കിൽ 4 വിമൺ നമ്മൾ സെലക്ട് ചെയ്താൽ അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര വേണം? 5 വേണം. അപ്പോൾ ബാക്കി ഒരാളെ നമ്മൾ എവിടെ നിന്ന് എടുക്കും? അതായത് വി ആർ ഹാവിങ് 12 men and 20 women. അപ്പോൾ 12 women and 20 men. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെ എടുക്കും? 12C4 into both has to happen simultaneously. അപ്പോൾ 20C1. തേർഡ് കേസ് ഞാനിവിടെ 5 വിമൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പം മെൻ വേണോ? വേണ്ട. ടോട്ടലി ഐ നീഡ് 5. സോ ഐ ഹാവ് സെലക്റ്റഡ് ആൾറെഡി 5. സോ ദ റിമൈനിങ് വിൽ ബി 0. ദ ആൻസർ ഇസ് 12C5 into 20C0. Now ഇനി അടുത്തത് ഓപ്ഷൻ ഉണ്ട്. കാരണം 6, 7, 8 ഇത് നമുക്ക് വേണോ? വേണ്ട. ബിക്കോസ് വി നീഡ് എ പ്രോബബിലിറ്റി ഓഫ് 5 ഓൺലി. അപ്പോൾ ബാക്കിയുള്ള കേസസിനെ കുറിച്ച് എനിക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ നമ്പർ ഓഫ് കമ്മിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? അപ്പോൾ എല്ലാ ഈവൻറ്റും ഓൾ ദ events has to happen simultaneously. See, all these events has to happen simultaneously. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിലേതെങ്കിലും ഒരു ചോയ്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഒരു ചോയ്സ് സെലക്ട് ചെയ്യാം, നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു ചോയ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ മൂന്നാമത്തെ ചോയ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും ഒരേ സമയം സംഭവിക്കണമെന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് all the 3 options, ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ആൻഡ് തേർഡ് ഓപ്ഷൻ ഹാസ് ടു ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി എന്നുള്ളതിൽ ഒരു നിർബന്ധവും ഇല്ല. which means that how can we write the answer for this? But ഇതിൽ ഇൻറ്റു നമ്മൾ കൊടുക്കാൻ കാരണം എന്താണ്? both this events has to happen. അത് രണ്ട് സംഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പൽസറി വരുന്ന കേസസ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കാം. ഐദർ ഓർ കേസസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓർ കേസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് അഡീഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ചോയ്സ് ഓർ ദ സെക്കൻഡ് ചോയ്സ് ഓർ ദ തേർഡ് ചോയ്സ്. അപ്പോൾ ഓർ ഡിനോട്ട്സ് ദ അഡീഷൻ സിമ്പൽ. So how will you write this? So the total number of committee is 12C3 into 20C2 or 12C4 into 20C1 or 12C5 into 20C0. By the rule of sum, either or has to happen. Appo plus plus plus. Therefore, on adding, you will get 52,492 as the answer. Okay. Let us do the 7th question. How many integer solutions are there to the system of equations? So question നമുക്ക് തന്നിട്ടുള്ളത് x1 plus x2 plus x3 plus x4 plus x5 equal to 20 and x1 plus x2 equal to 15. പിന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് xk is greater than or equal to 0 where k varies from 1, 2, 3, 4, 5. അപ്പോൾ നമുക്കിതിൽ സൊല്യൂഷനിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് x1 തന്നിട്ടുള്ള ഗിവൺ ഇക്വേഷൻസ് എഴുതുക. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കുക. എന്നിട്ട് x1 plus x2 equal to 15. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 so that you will get x3 plus x4 plus x5 equal to 20 minus 15. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ 5 എന്നൊരു ആൻസർ. അപ്പോൾ ആൾറെഡി വി ആർ ഹാവിങ് 2 ഇക്വേഷൻസ്. അപ്പോൾ ഇനി ഒരു ഇക്വേഷൻ വരുന്നത് x1 plus x2 equal to 15. അപ്പോൾ നമുക്കിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷനും എടുക്കുക. xk greater than or equal to 0. അപ്പോൾ k equal to 1, 2, 3, 4, 5. അതായത് x1, x2, x3, x4, x5 ഇതെല്ലാം greater than or equal to 0.
നമുക്കിപ്പോൾ n ഓപ്ഷൻസ് ആണ് ഇരിക്കുന്നത്, x1 x2 x3 x4 x5. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഹൗ മെനി ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് ആർ ദെയർ ടു ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ഇതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുവാണ്, ലെറ്റ് us ടേക്ക് ദിസ് ഇൻ 2 ways. ഈ പ്രോബ്ലം നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടേക്ക് ദ സൊല്യൂഷൻ ടു ബി ഇൻ ദിസ് ഫോർമാറ്റ്. അതായത് ടേക്ക് ലെറ്റ് n ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എടുക്കാം, x3 പ്ലസ് x4 പ്ലസ് x5 ഇസ് ഈക്വൽ ടു 5. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്നത് 3 സൊല്യൂഷൻസ്. അതായത് x3 നമ്പർ നമുക്കൊരു വിഷയമേ അല്ല, x1 അത് x2 x3 ആണെങ്കിലോ x3 x4 x5 ആണെങ്കിലും ശരി, എത്ര സൊല്യൂഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് 1 2 3. ബട്ട് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എത്രയാണ്? 5 കിട്ടണം. 5 കിട്ടണമെങ്കിൽ അപ്പോൾ ഓൺ അറേഞ്ചിങ് 3 ഓബ്ജക്ട്സ് നമുക്ക് സൊല്യൂഷൻ ഔട്ട്പുട്ട് 5 കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ലെറ്റ് us ടേക്ക് ഫസ്റ്റ്, ലെറ്റ് you assume that let n is equal to 3 and r is equal to 5. my output എനിക്ക് വേണ്ടത് എത്രയാണ്? 5. അപ്പോൾ let n equal to 3 and r equal to 5. let us use the formula. it is a combination of with the repetition വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഫോർമുല n പ്ലസ് ആർ മൈനസ് 1 സി ആർ. നമുക്ക് ഈ ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ, n പ്ലസ് ആർ മൈനസ് 1 സി ആർ. സോ ഈ ഫോർമുലയിലോട്ട് നമുക്ക് ഇപ്പോൾ ഇതിലിരിക്കുന്നത് വേണ്ട, I'll just cut this. so n plus r minus 1 cr is equal to, that is 3 plus 5 minus 1 c, r is equal to 5. that is equal to, you will get 3 plus 5 is 8 minus 1 equal to 7c5. that is equal to 7c5. answer എത്ര? 21. take it as equation number 1. ഇനി രണ്ടാമത്തത് നമുക്ക് ഇനി അടുത്ത സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുള്ളത് x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 15. x1 പ്ലസ് x2 ഈക്വൽ ടു 15. അതായത് n ഇസ് ഈക്വൽ ടു ഗിവൺ n ഈക്വൽ ടു 2. ടേക്ക് ലെറ്റ് n ഈക്വൽ ടു 2, ബട്ട് ഔട്ട്പുട്ട് നമുക്ക് എത്ര വരണം? 15. നമുക്കറിയാവുന്ന ഫോർമുല n പ്ലസ് ആർ മൈനസ് 1 സി ആർ. അതിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കും? ദാറ്റ് ഇസ് 2 പ്ലസ് 15 മൈനസ് 1 സി 15. that is equal to എന്തായിരിക്കും വരിക? that is equal to 16 c 15 equal to 16. you can, by the rule of product, ഇതിൽ both events has to happen simultaneously. hence the total number of solutions is equal to 21 into 16 equal to 336. so you can do this problem in 2 ways. അതിലൊരു മെത്തേഡാണ് ഞാനിവിടെ നേരത്തെ എഴുതിയിരുന്നത്, അത് നോക്കണ്ട. but let us do the formula. നമുക്കറിയാവുന്നുള്ള ഫോർമുല n പ്ലസ് ആർ മൈനസ് 1 സി ആർ. ആ മെത്തേഡിൽ തന്നെയാണ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസ് എല്ലാം തന്നിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഞാൻ അങ്ങ് മാറ്റിയിട്ട് n പ്ലസ് ആർ മൈനസ് 1 സി ആർ ഇസ് ഈക്വൽ ടു, ഞാനിങ്ങനെ 3 പ്ലസ് 5 മൈനസ് 1 സി 5 എന്നെടുത്തു. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 21. 7c5 equal to 21 വരുന്നുണ്ട്. അതേപോലെ തന്നെ n equal to 2 r equal to 15 എടുക്കുക. therefore you will be getting the value is 2 plus 15, that is 17 minus 1 16 c 15 equal to 16. അപ്പോൾ 16 c 15 കാൽക്കുലേറ്ററിൽ കൊടുത്താലും എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക n c n minus 1 is equal to n. ഈ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ you can write as 16 directly the answer. അപ്പോൾ റൂൾ ഓഫ് പ്രോഡക്റ്റ് വേണം, കാരണം both events has to happen simultaneously, because it is asked that how many integral solutions are possible for the system of equations. നമുക്ക് ടോട്ടലി 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ x1 x2 x3 x4 x5 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇസ് ഈക്വൽ ടു 21 into 16 is equal to 366 ways. So hope you could have understood this revision questions. If you have any doubts, please comment in the comment section. Thank you.